ഒരു അടിപൊളി ബിരിയാണി കഴിക്കാൻ എത്ര രൂപയാവും? ഒരു ഫുൾ ബിരിയാണി ആണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഒരു 120 രൂപയുടെ അടുത്തൊക്കെ വരും. ഇനി അതല്ല, അതൊരു ദം ബിരിയാണി ആണെങ്കിൽ, അതും കോഴിക്കോടൻ ദം ബിരിയാണി ആണെങ്കിൽ ഒരു 250 രൂപ പൊട്ടും അല്ലേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ബിരിയാണിയുടെ പ്രൈസിലുള്ള ഒരു ഇയർഫോണിനെ പറ്റിയിട്ടാണ്. വെറും ഇയർഫോൺ അല്ല, ബ്ലൂടൂത്ത് ഇയർഫോൺ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആമസോണിലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ വേറെ കുറേ പ്രോഡക്ട്സ് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബ്ലൂടൂത്ത് ഇയർഫോണും നോക്കി. ഈ നോക്കുന്ന സമയത്ത് പല ഭയങ്കര ചീപ്പ് കോസ്റ്റിന് കിട്ടുന്ന ഒരുപാട് ഇയർഫോണുകൾ കണ്ടു. നമ്മൾ പറയുകയാണെങ്കിൽ ചില ചാത്തൻ ഇയർഫോണുകളൊക്കെ കണ്ടു. ഏകദേശം ഒരു 500 രൂപയുടെ താഴെയിലുള്ള ഇയർഫോണുകളും കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 10,000 ആൾക്കാർ വാങ്ങി ഒരുപാട് റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഇയർഫോൺ എൻ്റെ കണ്ണപ്പെട്ടു. അതും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ. ഞാനിത് നോക്കുന്ന സമയത്ത് ഏകദേശം 190 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. ആമസോണിൽ നോക്കിയ സമയത്ത് ഏകദേശം 230 രൂപ കണ്ടു. അപ്പോൾ നേരെ അതേ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് അതിന് 190 രൂപയുള്ളൂ കണ്ട്. അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ ഡ്യുവൽ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും, ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ ഭയങ്കര ബിഡ് ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ചില വാങ്ങിച്ച യൂസേഴ്സൊക്കെ തന്നെ അവരുടെ കമൻസ് ഇട്ടതിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ വർത്താണെന്നൊക്കെ പറഞ്ഞു കണ്ടപ്പോൾ എനിക്കും ഭയങ്കര കൗതുകമായി. അപ്പോൾ ഞാനും ഈ പ്രോഡക്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിന് മുന്നേ ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ലെവൽ യു, അതുപോലെ MIയുടെ പുതിയ ഇയർഫോൺ 1400 രൂപയുടെ 1499 രൂപയുടെ പുതിയ ഇയർഫോൺ നിങ്ങൾ കണ്ടുപോകണം ബ്ലൂടൂത്തിൻ്റെ. അതുപോലെ ബോട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബോട്ടിൻ്റെ 225, അതുപോലെ 275 എന്ന് പറഞ്ഞ മോഡലുകൾ, അതുപോലെ നമ്മൾ OnePlusൻ്റെ ബുള്ളറ്റ് ഇയർഫോൺ, അത്തരത്തിലുള്ള ഒരുപാട് ബ്ലൂടൂത്തിൻ്റെ ഇയർഫോണുകൾ ഇങ്ങനെ മാർക്കറ്റ് പിടിച്ചടക്കുന്ന സമയത്താണ് വെറും 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയുടെ താഴെ ഈ ഒരു ഇയർഫോൺ ഭയങ്കര പോപ്പുലറാണ്. സൈലോജിക് സ്പോർട്സ് സൗണ്ട് മാഗ്നറ്റിക് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വിത്ത് മൈക്ക് എന്നാണ് ഇതിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുള്ളത്. പേരൊക്കെ ഭീകരമായിട്ടുള്ള പേരാണെങ്കിലും എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്ത സമയത്ത് നമ്മൾ ആമസോണിൽ കണ്ട അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ പല പേരുകളിൽ പല ബ്രാൻഡ് പേരുകളിൽ കണ്ടിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ അൺബോക്സ് ചെയ്തിട്ട് യൂസേഴ്സ് ഇട്ടുള്ള എല്ലാ ഫോട്ടോയിലും സെയിം പ്രൊഡക്റ്റും സെയിം ബോക്സും ആണുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത്, പാക്കേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു മഞ്ഞ കളറിലുള്ള ഒരു സ്പോർട്സ് സ്റ്റീരിയോ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് പറയുന്നത് വയർലെസ് സ്പോർട്സ് ഇയർബഡാണ്, ഡെപ്ത് നോയ്സ് റിഡക്ഷൻ ഫംഗ്ഷൻ, പിന്നെ ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാം, ഐഫോൺ കണക്ട് ചെയ്യാം, മൈക്രോഫോൺ ഉണ്ട്, സ്മാർട്ട് കമ്പാക്റ്റബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു സ്പെക്ക് പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണ്, 11.40 ഗ്രാമാണ്, 10 മീറ്റർ റേഞ്ചാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്, അപ് ടു 4 hours ഓഫ് ബാറ്ററി ചാർജസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് നമ്മുടെ ആദ്യമായിട്ട് ചെവിയിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ ഓൺ ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള വോയിസ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഇത് ഓൺ ആവുന്ന സമയത്ത് ഡിവൈസ് ഓൺ എന്ന രീതിയിൽ പറയും. അങ്ങനെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലൂടൂത്ത് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമുക്ക് കണക്റ്റ് ആവുക. അല്ലാതെ വേറെ രീതിയിലുള്ള ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് പേരോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് പേരുകളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. നമുക്കത് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണ് ഇതിലേക്ക് കണക്റ്റ് ആവും. വിചാരിച്ച പോലെ തന്നെ അത്ര നല്ല ക്വാളിറ്റിയിലല്ല ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണെങ്കിലും ഭയങ്കര കോമ്പാക്റ്റബിളാണ്, ഭയങ്കര ചെറുതാണ്. പിന്നെ വോയിസ് ഒരു 60% കണക്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഭീകരമായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കും. ബാസ് ലെവലൊക്കെ നല്ല ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോൾ ക്വാളിറ്റി, ഞാനിത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ എൻ്റെ ഈ യൂണിറ്റിൽ മാത്രമാണോ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ഞാനിത് ഇതിൻ്റെ റിവ്യൂസ് വായിച്ച് നോക്കുന്ന സമയത്ത് വേറെ എല്ലാവരും നല്ല കോൾ ക്വാളിറ്റി ആണെന്നുള്ള രീതിയിൽ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബോക്സിലെ സ്പെക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇയർഫോൺ മാത്രമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വേറെ ഇയർബഡോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ചെവിയിലിരിക്കാൻ ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് ഇയർബഡിന് സാധിക്കുന്നില്ല, അത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള MIയുടെ നോർമൽ ഇയർഫോണിൻ്റെ ഇയർബഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ എൻ്റെ ഒരു റിവ്യൂക്കകത്ത് ഒരു 2 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അനോയിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഭയങ്കര ഇൻട്രപ്ഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% താഴെ പോകുന്ന സമയത്ത് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബീപ്പ് സൗണ്ട് വരും. ആ ബീപ്പ് സൗണ്ട് നമുക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് തുടക്കി. ഇടയ്ക്കിടയ്ക്ക് ഈ 20% താഴെ പോകുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു അലേർട്ട് പോലെയാണ് അത് വരുന്നത്. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ 20% താഴെ പോകുന്ന സമയത്ത് ഇതിലൊരു റെഡ് ലൈറ്റ് ഉണ്ട്. ആ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ഭയങ്കര നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ സ്പെക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ണടയിൽ അതിങ്ങനെ റിഫ്ലക്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയാനുള്ളത് നമ്മുടെ PUBG ലവേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ്
ഫെഡാവും. ഞാനിത് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 കളികളൊക്കെ കളിച്ചു നോക്കി. പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇൻട്രപ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫുട് പ്രിൻറ്റിൻ്റെ സൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സൗണ്ട് കൂട്ടി വെക്കുമല്ലോ. അങ്ങനെ വെക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് വിളിച്ചാൽ നമ്മുടെ ഫോണിലേക്ക് കോൾ വന്നാൽ ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചെവിയിൽ കുത്തുന്ന പോലെ നമ്മുടെ ചെവിയിലേക്ക് അത് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി നമുക്കിപ്പോൾ കുറേ ഒരു നന്നായിട്ട് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു 4-5 ചിക്കൻ ഡിന്നറൊക്കെ ഒറ്റ ഇരിപ്പിന് ഈ ഒരു ഇയർഫോൺ വെച്ചിട്ട് അടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഒരു 3-4 ദിവസത്തെ റിവ്യൂ മാത്രമാണിത്. ഇതിന് ശേഷം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. കുറേ പേർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ കണ്ടു. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തത് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയിട്ട് പുറത്ത് വിടുന്നതായിരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണണം, അത് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഇയർഫോൺ ഏതാണെന്ന് താഴെ കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആരാണ് ഏതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.